ബാരാമതിയിൽ തകർന്നു വീണ വിമാനം വിഐപികളുടെ പതിവ് സഞ്ചാരം കണ്ടിട്ടും പ്രധാനമായും പറക്കൽ പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഒരു എയർ സ്ട്രിപ്പിൽ ദൃശ്യപരത കുറവായതിനാൽ രണ്ടാമതും ഇറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. ഒരു ഫ്ലൈയിംഗ് സ്കൂൾ നടത്തുന്ന ഒരു അടിസ്ഥാന എയർ ട്രാഫിക് കൺട്രോൾ സജ്ജീകരണം മാത്രമേ ഈ സൗകര്യത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളൂ. കൂടാതെ കോക്പിറ്റിലേക്ക് സൂചനകൾ കൈമാറാൻ ഒരു സമർപ്പിത കാലാവസ്ഥാ നിരീക്ഷകനും നാവിഗേഷൻ സഹായങ്ങളുമില്ല. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP നേതാവുമായ അജിത് പവാറിന്റെ മൃതദേഹം വൈകുന്നേരം കൊണ്ടുവന്നതിനു ശേഷം പവാറുകളുടെ വിദ്യാഭ്യാസ ക്യാമ്പസായ വിദ്യാ പ്രതിഷ്ഠാനിലേക്ക് എത്താൻ വിലാപയാത്രക്കാർ തെരുവുകളിലൂടെ ഒഴുകിയെത്തിയതിനാൽ ബാരാമതിയിലെ റോഡുകൾ ആളുകളാൽ നിറഞ്ഞിരുന്നു. ലോജിക്കൽ പൊരുത്തക്കേടുകളുടെയും മാപ്പിംഗിന്റെയും പേരിൽ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ സമയത്ത് കരട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട 88% വോട്ടർമാർക്ക് ഹിയറിംഗ് നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് തമിഴ്നാട്ടിലെ ഭരണകക്ഷി നേതാക്കൾ തീക്ഷ്ണമായി വാദിച്ചു. ഇത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സാന്നിധ്യത്തിൽ വിശദീകരണം നൽകുന്നതിനായി അടിയന്തര സെഷൻ ഷെഡ്യൂൾ ചെയ്യാൻ സുപ്രീം കോടതിയെ നിർബന്ധിതരാക്കി. ഇറാനെ ലക്ഷ്യം വെച്ച് ഒരു വലിയ സൈന്യസേന നീങ്ങുന്നുണ്ടെന്നും ദൗത്യം നിറവേറ്റാൻ തയ്യാറാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് അവരുടെ ആണവ പദ്ധതിയിൽ ഒരു കരാറിൽ ഏർപ്പെടാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ആക്രമണത്തിന് ഇരയായാൽ മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം തിരിച്ചടിക്കുമെന്ന് ടെഹ്റാൻ മറുപടി നൽകി.